യെസ്, അങ്ങനെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിരിക്കുകയാണ്. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ തരുൺ മൂർത്തി, സ്റ്റാറിംഗ് അവർ വൺ ആൻഡ് ഓൺലി ദ ഗ്രേറ്റസ്റ്റ്, ദ മജസ്റ്റിക് എൽ ഹിംസെൽഫ്, അഥവാ നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടൻ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു മോഹൻലാൽ പടം കണ്ടതിന്റെ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള, ഒരു മോഹൻലാൽ പടത്തിന് അപ്പുറത്ത് ഒരു നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള, നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ആർട്ട് കണ്ട് കഴിഞ്ഞതിന്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഇമ്പാക്ട് നമ്മുടെ മേൽ ലീവ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫിലിം തന്നെയാണ് തുടരും. നമുക്ക് പതിവുള്ള പോലെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ പോസിറ്റീവ്സ് ഫസ്റ്റ്. ഈ ഒരു പടത്തിന് ഏറ്റവും കൂടുതൽ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എ സിമ്പിൾ സ്റ്റോറി ലൈൻ ബട്ട് എ സ്ട്രോങ് സ്ക്രിപ്റ്റ്. തുടരാൻ വേണ്ടി ഒരു വൺ ലൈൻ പ്ലോട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഷൺമുഖം എന്നൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ, അയാൾക്ക് ചുറ്റുമുള്ള ലോകവും അയാൾക്ക് ചുറ്റുമുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ ഡേ ടു ഡേ ഇന്ററാക്ഷൻസും, പെട്ടെന്ന് ഒരു ദിവസം അയാളുടെ ആ ഒരു കാറ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കേസിൽ ഇൻവോൾവ് ആവുകയാണ്. സോ ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു കാറിനെ, അതായത് ഇയാളുടെ എല്ലാ ഡേ ടു ഡേ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ എങ്ങേയറ്റം വരെ പോകും, ആ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്ന ഒരു പടമാണ് തുടരും. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള തിന്നായിട്ടുള്ള ആ ഒരു പ്ലോട്ട് ലൈൻ വെച്ചിട്ട് ഒരുപാട് ലേയേഴ്സും ഒരുപാട് ഹ്യൂമൻ ഇമോഷൻസും ഒരുപാട് മോട്ടീവ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് നാരറ്റീവ് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ബ്രില്യൻസ് കൊണ്ട് തന്നെയാണ്. അതായത് വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ട് ഈ ഒരു കഥ പറഞ്ഞു പോകാൻ പറ്റും. പക്ഷെ അതല്ല, വളരെ സബ്റ്റിൽ ആയിട്ട് വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പ്ലോട്ട് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോകുന്നത് കാണുമ്പോൾ ആ സ്റ്റോറി ടെല്ലിംഗിന്റെ ആ ഒരു മാജിക് ആണ്. സോ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് മാജിക് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. മോറോവർ ഈ ഒരു പടത്തിന്റെ ആ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഏകദേശം ഒരു പക്ക ഒരു ഫാമിലി എന്റർടൈനർ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് കംഫർട്ട് ഫിലിം പോലെയാണ് പോകുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ഇന്റർവൽ ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് ഹാഫ് മുതൽ പക്ക ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായിട്ട് മാറുന്നുണ്ട് ഈ ഒരു പടം. സോ ഈ ഒരു ടോണൽ ഷിഫ്റ്റും ഈ ഒരു മൊത്തത്തിന്റെ ആ ഒരു പടത്തിലത്തെ ആ ഒരു ഫ്ലോ വളരെ നാച്ചുറൽ ആണ്. പക്ഷെ ആ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോയിലേക്ക് പ്രേക്ഷകനും കൂടി ഇമേഴ്സ്ഡ് ആയിട്ട് പിടിച്ചിരുത്തണ്ടേ, ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് റൈറ്റിംഗ്. ആൻഡ് ഇറ്റ് മേ ബി എ വെരി സിമ്പിൾ പ്ലോട്ട് ബട്ട് ഡ്യൂ ടു ഇറ്റ്സ് സ്ട്രോങ് സ്ക്രിപ്റ്റ് ഈ ഒരു പടത്തിന്റെ ആ ഒരു ലെവല് അത്രയധികം എലിവേറ്റ് ചെയ്തു. രണ്ടാമത്തെ പോസിറ്റീവ്, ഓഫ് കോഴ്സ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് എ മോഹൻലാൽ ഫിലിം we have to talk about the elephant in the room, more precisely the ഒറ്റയാൻ in the room. മോഹൻലാൽ was the perfect choice for this role. അതായത് ഒറ്റ ഒരാൾക്ക് പോലും ഈ ഒരു ക്യാരക്ടർ ഷൺമുഖം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാക്സി ഡ്രൈവർ, ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള ടാക്സി ഡ്രൈവറിന്റെ ആ ഒരു ക്യാരക്ടർ വേറെ ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മോഹൻലാൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പടം ഇറങ്ങിയപ്പോൾ എല്ലാവരും തന്നെ പറയേണ്ടായിരുന്നു മോഹൻലാലിന് തിരിച്ചുവരവ് നടത്താനായിട്ട് അയാൾ എപ്പോഴാണ് ഇനി പോയിട്ടുള്ളത്, അങ്ങനെയൊന്നും പറയണ്ട. ഈ ഒരു 2018-19 മുതൽ ആ ഒരു ടൈം മുതൽ മോഹൻലാലിന്റെ ഇറങ്ങിയിട്ടുള്ള എല്ലാ പടംസും കൺസിസ്റ്റന്റ്ലി ഫ്ലോപ്പേഡ് ആയിരുന്നു. പിന്നെ ഈ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ഒരു മേക്ക് ബിലീഫ് ഉണ്ടായിരുന്നു, അതും എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ബോംബായി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പടത്തില് മോഹൻലാൽ ഫൈനലി മെയ്ഡ് ഹിസ് കം ബാക്ക്. അതായത് ഈ കണ്ണുകൊണ്ടൊക്കെ അഭിനയിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊന്നും വെറുതെ അല്ല. ഇതിൽ ഒരുപാട് ഷോർട്സ് ഉണ്ട്, മോഹൻലാലിന്റെ കണ്ണിന്റെ ക്ലോസപ്സ് ഒക്കെ കണ്ണുകൊണ്ട് അഭിനയിക്കുക എന്നുള്ള ആ ഒരു സംഭവത്തിനോട് ഹിന്റ് ചെയ്തിട്ടുള്ള ഷോർട്സ് ആണ് ഇതിൽ പലതും. കാരണം ഈ ഒരു ഫിലിം കണ്ടവർക്ക് അറിയാം ആ ഒരു കഥാപശ്ചാത്തലത്തില് എത്രയും വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം സഫർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ എന്ന് നമുക്കറിയാം. അതായത് ആ പടം കണ്ടവർക്ക് അറിയാം. സോ ഈ ഒരു ടെൻഷനും ഈ ഒരു ഭയങ്കര ബ്രൂമിംഗ് ആയിട്ടുള്ള ഡ്രാമ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ഷൺമുഖം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനോട് അത്രയും എംപത്തൈസ് ചെയ്യണം. ആൻഡ് ദാറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് മോഹൻലാൽസ് പെർഫോമൻസ്. കോട്ടും സൂട്ടൊക്കെ ഇട്ട് ആർക്കായാലും അഭിനയിക്കാം, പക്ഷെ ഒരു സാധാരണക്കാരനായിട്ട് ഒരു സാധാരണ സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറും എന്നാണ് മോഹൻലാൽ ഈ ഒരു പടത്തിലൂടെ കാണിച്ചിരുന്നത്. ഇതിലെ ആക്ഷൻ സീൻസ് ആയിക്കോട്ടെ, ഇതിലത്തെ ആ ഒരു ഇമോഷണൽ സീൻസ് ആയിക്കോട്ടെ, ഇതിലത്തെ കോമഡി സീൻസ് ആയിക്കോട്ടെ, എല്ലാത്തിലും മോഹൻലാൽ അഭിനയിക്കില്ല. ഇറ്റ്സ് സംതിങ് മോർ ദാൻ ദാറ്റ്. ഒരുപാട് കാര്യങ്ങൾ മോഹൻലാലിന്റെ പെർഫോമൻസിനെ കുറിച്ച് തന്നെ പറയാനുണ്ട്. ബിക്കോസ് ഹീസ് ദ സോൾ ഓഫ് ദിസ് ഫിലിം. ഒരു മോഹൻലാൽ ഫാൻ ബോയ് എന്ന നിലയ്ക്ക് this film is much close to perfection as it can get. So ഇത്രയും ടോപ്പ് ടിയർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ മോഹൻലാലിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ ഇത്രയെങ്കിലും ഒരു ലെവലിലുള്ള ഒരു വില്ലനെ വേണ്ടേ. പക്ഷെ അതല്ല, മോഹൻലാൽ ഇവിടെയാണെങ്കിൽ അതിന്റെ കുറച്ച് മുകളിലായിട്ടാണ് ഈ ഒരു പടത്തിലെ വില്ലൻ ക്യാരക്ടർ വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പ്രകാശ് വർമ്മ ആസ് SI ജോർജ്. ഒരു വില്ലനെ ഒരു സ്റ്റോറിയിൽ എഴുതുമ്പോൾ ആ പ്രേക്ഷകരെ കൊണ്ട് അയാളെ ഹേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകരെ കൊണ്ട് റൂട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഒരു കഥാകൃത്ത് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഈ ഒരു പടത്തിൽ പക്ഷേ ദേ ഡിഡ് ദെയർ ജോബ് റിയലി വെൽ. അതായത് മോഹൻലാൽ എന്നുള്ള ഒരു ടോപ്പ് ടിയർ പെർഫോമറിനൊപ്പം പിടിച്ചു നിന്ന് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവർ രണ്ടുപേരും മാറ്റിയിരുത്തിയത് തന്നെ ഇതിൽ വന്നു പോകുന്ന എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള സബ് ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, എല്ലാവരും അവരുടെ ജോലി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പടം ഏകദേശം 3 മണിക്കൂറുണ്ട്. സോ സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ എത്രത്തോളം ബ്രില്യന്റ് ആക്കിയാലും അറ്റ് ദ എൻഡ് ഇറ്റ് കംസ് ടു ദ പെർഫോമൻസസ്. ആൻഡ് ഈ ഒരു പടത്തിലെ പെർഫോമൻസസ് ദേ ഡസന്റ് മിസ് എ സിംഗിൾ ബിറ്റ്. ആൻഡ് ഫൈനലി എടുത്തു പറയേണ്ടത് ഈ ഒരു പടത്തിന്റെ ഡയറക്ഷൻ ആണ്. ദ ഫാൻ ബോയ് ബിഹൈൻഡ് ദ ഫാൻ ബോയ് സംഭവം തരുൺ മൂർത്തി. ഈ ഒരു പടം ഒരു പാൻ ഇന്ത്യൻ ഡയറക്ടർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ടേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ
വളരെയധികം കൊളാക്കി കളയാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ തരുൺ മൂർത്തി ഹി നോസ് ഹു മോഹൻലാൽ ഈസ്, ഹി നോസ് who Mohanlal is in everybody's hearts. And ആൾക്കാർക്ക് എന്ത് തന്നെയാണോ ഒരു മോഹൻലാൽ ഫിലിമിൽ നിന്ന് വേണ്ടത്, he delivered especially on that. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ദ സിനിമാറ്റോഗ്രഫി ഈസ് റിയലി ഗ്രേറ്റ്. ഈ ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു ആനയുടെ ഒരു ഫ്രെയിം വെച്ചിട്ടാണ്, ഒരു ഒറ്റയാണ്ട് ഒരു ഫ്രെയിം വെച്ചിട്ടാണ് സൈഡിൽ മോഹൻലാൽ എഴുതി കാണിക്കുക. അവിടെ മുതൽ എനിക്ക് മനസ്സിലായി ആ ഒരു സിനിമാറ്റോഗ്രഫിയുടെ ആ ഒരു എസൻസ് അല്ലെങ്കിൽ ആ ഒരു ബ്രില്യൻസ്. ഓരോ ഷോട്ട്സും ഇവർ ഈ ഒരു ഫിലിമിൽ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കളർ പാലറ്റും ആ ഒരു ലൈറ്റിങ്ങും ഫ്രെയിമിംഗും ഒക്കെ വളരെയധികം വിഷ്വലി അപ്പീലിംഗ് ആണ്. മോർ ഓവർ ജേക്സ് ബിജോയുടെ മ്യൂസിക്, ഈ ഒരു മ്യൂസിക് ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് ഈ സെക്കൻഡ് ഹാഫിൽ മോഹൻലാലിന്റെ ചില എലിവേഷൻ സീൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് പഴയ ഒരു മോഹൻലാലിന്റെ ആ ഒരു എസൻസ് കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രേക്ഷകരെ കൊണ്ട് എണീറ്റ് കൈയടിപ്പിക്കുന്നത് ജേക്സ് ബിജോയുടെ മ്യൂസിക് തന്നെയാണ്. ഒറ്റ നെഗറ്റീവ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ശോഭനയുടെ പെർഫോമൻസ് ഇതിൽ വളരെയധികം മീഡിയോക്കർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ശോഭന എന്നുള്ള പെർഫോമൻസ് നമ്മൾ കണ്ട് അമ്പരന്ന് പോയിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു പടത്തിൽ ഒരു സാധാരണ ഒരു ഹൗസ് വൈഫ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാത്രമായിട്ട് അവരെ കോർണർ ചെയ്ത് വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് വളരെ നാഗിങ് ആയിട്ടുള്ള, വളരെ അന്നോയിങ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ശോഭന ഇതിൽ പ്ലേ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പെർഫോമൻസിന്റെ ബിറ്റ് മാത്രമാണ് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഈ ഒരു പടം മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ തോന്നിയിട്ടുള്ളൂ. പക്ഷെ അതർ ദാൻ ദാറ്റ് ദിസ് ഫിലിം is a satisfying theatrical experience. അതായത് ആ ഒരു നമ്മുടെ ഹാർട്ട് ഫുള്ളായി നിൽക്കാന്ന് പറയില്ല, അതായത് എന്ത് ഇമോഷൻസാ ഫീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് സങ്കടമാണോ അത് സന്തോഷമാണോ, അപ്പൊ എന്ത് ഫീലിങ്സാണ് നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റാത്ത, നമ്മളെ ഒരുപാട് നേരത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പടമാണ്, ഒരു സാറ്റിസ്ഫൈങ് ഫിലിമാണ് തുടങ്ങി. നമ്മൾ ഇന്നത്തെ പിള്ളേരൊക്കെ പറയുന്നില്ലേ ഫാൻ ബോയ് സംഭവം, അത് തന്നെയാണ് ഈ ഒരു പടം. എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു ക്രൗഡ് പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയിട്ട് എല്ലാ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പെർഫെക്റ്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയാണ് തുടരും. ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ ഐ വുഡ് പേഴ്സണലി ഗിവ് ദിസ് എ 10 out of 10 മൈസെൽഫ്. സോ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.